ഹലോ നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ടൗൺ ഹാളിന്റെ മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ അവാർഡ് മേടിക്കാനായിട്ട് ഇവിടെ വന്നു. മമ്മൂക്ക മെമ്മോറിയൽ ഫിലിം അവാർഡിന്റെ മ്യൂസിക്കൽ ആൽബത്തിന്റെ അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. 2ാം തവണയാണ് ഞാനിപ്പോ ഈ കോഴിക്കോട് എത്തിയിരിക്കുന്നത്. ഹൃദയപൂർവം അമ്മയ്ക്കായാണ് സെക്കൻഡ് ബെസ്റ്റ് മ്യൂസിക്കൽ ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാൻ ഒരു ചാൻസുമില്ലാത്ത നടന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കോയ എന്നുള്ള പേര് എനിക്ക് പുറത്തു നിന്ന് ആദ്യത്തെ ഇറങ്ങി വാടാ തൊരപ്പ. അപ്പൊ ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, എനിക്ക് പാത്തുമ്മയുടെ ആടെന്ന ഉള്ള ഷോർട്ട് ഫിലിമിലായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് അവാർഡ് കിട്ടിയത്. ഈ വർഷം ഹൃദയപൂർവ്വം അമ്മയ്ക്കായി ആ ഒരു മ്യൂസിക്കൽ ആൽബത്തിനും എനിക്കും കൂടിയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഉണ്ടായ മെമ്മോറിയൽ നാഷണൽ ഫിലിം അവാർഡല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള എനിക്ക് ഞാനിത് 2ാം പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഉണ്ട്. ടൗൺ ഹാളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചയിലേക്ക് പോവാം. പ്രിയപ്പെട്ടവനായ രവിയേട്ടൻ മലയാള സിനിമാ രംഗത്ത് തൻ്റെതായ ശൈലി കൊണ്ട് ഒരു സ്ഥാനം ഉറപ്പിച്ച നമ്മളുടെ പ്രിയങ്കരനായ ശ്രീജിത്ത് രവി കഴിഞ്ഞ വർഷത്തെ ദേശീയ അവാർഡിന് ഉടമയായ ശ്രീ M.K. രാമദാസ്, സംവിധായകനായ പ്രിയപ്പെട്ട ശ്രീജിത്ത് പോയിൽക്കാവ്, ശ്രീ P.K. ബാബുരാജ്. നമുക്കറിയാലോ, ഒരു അവാർഡ് അതൊരു ചെറിയ ഒരു ട്രോഫി ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ 10 പേരുടെ മുമ്പിൽ വെച്ച് നമുക്കത് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം, ആഹ്ലാദം അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് അവാർഡുകൾ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ മമ്മൂക്കയുടെ അമ്മയ്ക്കുള്ള ഈ പരിപാടി നിൽക്കുമ്പോൾ ചെറിയൊരു വേദന എൻ്റെ മനസ്സിലാക്കുന്നുണ്ട്. കോഴിക്കോട് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങിന് ഞാൻ വന്നിട്ടുള്ളപ്പോൾ തുടക്കം മമ്മൂക്കയെ കാണുന്നത് ചെറിയ ചില വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കയറി മമ്മൂക്കായ
പറഞ്ഞ ഒരു വലിയ സിംഹാസനം അദ്ദേഹം തേടിയെടുത്തുകയും സിനിമ ചെയ്തത്. ഈ അടുത്ത് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് നിലമ്പൂരോ മറ്റോ ഷൂട്ട് ചെയ്തൊരു കടന്നു പറഞ്ഞിരുന്നത്. മാമുക്കോയ ഉള്ള സിനിമയാണ് എൻ്റെ അകത്തൊരു വേഷം ചെയ്യാൻ എന്നെയും വിളിച്ചിരുന്നതാണ്. ആ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം പെട്ടെന്ന് ആശുപത്രിയിൽ പോവുകയും നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞ് പോവുകയും ചെയ്തത്. മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാൻ ഒരു ഒരു ചാൻസും ഇല്ലാത്ത നാടുകൾ നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയ. എന്തായാലും ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് മാമുക്കോയയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തിനെ ഓർക്കാൻ വേണ്ടിയുള്ള 3ാമത്തെ വർഷമാണിപ്പോൾ. അത് തീർച്ചയായും അദ്ദേഹത്തിനോട് മലയാളം കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് ഒരു ചെറിയ തോതിലെങ്കിലും ഈ കോഴിക്കോട് വെച്ച് കാണിക്കാൻ സന്മനസ് കാണിച്ചതിന് സംഘാടകരോട് നന്ദി പറയാൻ കൂടി ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. അടുത്തത് സെക്കൻഡ് പ്രൈസ് ആണ്. സെക്കൻഡ് ബെസ്റ്റ് മ്യൂസിക്കൽ ആൽബം ഹൃദയപൂർവം അമ്മയ്ക്കായി. ഹൃദയപൂർവം അമ്മയ്ക്കായാണ് സെക്കൻഡ് ബെസ്റ്റ് മ്യൂസിക്കൽ ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പോരാ, കോഴിക്കോട് തുഷാർ പോരാ, കൈയടിക്കട്ടെ. കോഴിക്കോട്ടിലെ പ്രിയപ്പെട്ട നല്ല നാട്ടുകാരെ, കോഴിക്കോട്ടിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഞാനത് അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ കാരണമല്ല കേട്ടോ, എൻ്റെ മക്കൾ കാരണമാണ്. കോഴിക്കോട് എന്ന് പറയണോ, കോഴിക്കോട്ടെ എന്ന് പറയണോ, കോഴിക്കോടിലെ എന്ന് പറയണോ എന്നൊക്കെ സംശയം വന്നത് എൻ്റെ മക്കൾ കാരണം. ഇപ്പം അങ്ങനെയായി പോയി. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഈ നാട്ടിൽ വരുന്നതാണ്. ഒന്ന് ഇവിടുത്തെ നാട്ടുകാർ, ഇത്രയും സ്നേഹം നിറഞ്ഞ നാട്ടുകാർ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എൻ്റെ ജില്ലയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ അവാർഡ് അല്ലെങ്കിൽ ഈ നിശ ആരുടെ പേരിലാണ് ഇവിടെ നടത്തപ്പെടുന്നത്. മാമുക്കോയ എന്നുള്ള പേര് എനിക്ക് പുറത്ത് നിന്ന് ആദ്യത്തെ ഇറങ്ങി വാടാ തൊരപ്പ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നു, മിസ്സാവരുത്. കാരണം ഇറങ്ങി വാടാ തൊരപ്പ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച പോലെ എനിക്ക് തോന്നിയത് ചെറുതായിട്ട്. ഞാൻ പുറത്തായിരുന്നു, അകത്തേക്കേ വന്നത്. പക്ഷേ അതുപോലെ ചില വാക്കുകൾ കൊണ്ടും ചില വാചകങ്ങൾ കൊണ്ടും ചില ഭാവങ്ങൾ കൊണ്ടും മാത്രം മനുഷ്യനെ ചിരിപ്പിക്കുന്ന ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു അത്ഭുത മനുഷ്യനായിട്ട് എനിക്ക് മാമുക്കോയെ തോന്നിയിട്ടുണ്ട്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവികമായ ഒരു കലയാണ്, ഒരു കഴിവാണ്. അങ്ങനെ നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ നമ്മളെ കരയിക്കുകയും ചെയ്ത ഒരു മഹാനായ കലാകാരൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ഒരു രാത്രിയിൽ ഇവിടെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചേരാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു.